ഹലോ, പുതിയ വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു തെരണ്ടിക്കറിയാണ് വയ്ക്കാൻ പോണത്. അപ്പൊ തേങ്ങ വറുത്തരച്ച ഒരു തെരണ്ടിക്കറിയാണ് വയ്ക്കാൻ പോണത്. അപ്പൊ ഞാനിന്ന് വിചാരിച്ച അപ്പൊ അവിടെ നമ്മുടെ ടൈഗറിന്റെ ഇത് കൂടൊക്കെ പണിയണ കാരണം ഭയങ്കര സൗണ്ടാണ്. അത് ആ വിഷയത്തിന്റെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ കറി വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും തന്നെയല്ല, ഇന്നിപ്പോ റൂബീനെ ഞാൻ കുളിപ്പിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ച ടൈഗറെ കൊണ്ടുവരാൻ പോയാണ് റൂബീനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ സമയം ഉണ്ടെങ്കിൽ റൂബീനെ ഒന്ന് കുളിപ്പിക്കുകയും ചെയ്യണം. ഞാനല്ല ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഫുഡ് വാരി കൊടുത്താലേ അവള് കഴിക്കുള്ളൂ. പാത്രത്തിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കും. എന്ന് വെച്ചാൽ അന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവള് ചെറിയതായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു അസുഖമൊക്കെ വന്നല്ലോ. അപ്പൊ അന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും കഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വാരി കൊടുത്ത് ശീലിപ്പിച്ച കാരണം ഇപ്പൊ അവള് തന്നെ ഫുഡ് കഴിക്കൂല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്താലേ അവള് കഴിക്കില്ല, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. അപ്പൊ റൂബിക്ക് ഫുഡ് കൊടുക്കണം, തേങ്ങ വറുത്തെടുക്കണം. അപ്പൊ തേങ്ങ ഞാൻ ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, അരിഞ്ഞൊക്കെ വെച്ചേക്കണേണ്. അപ്പൊ പെട്ടെന്ന് പണി കഴിയില്ല. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാ. ഫുഡ് കഴിക്കാനാ വന്നിക്കണ. അപ്പൊ ആദ്യം തന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് കറിയിലേക്ക് പോവാം. റൂബിക്കുട്ടിയേ, ഇവിടെ പൊന്നേ, റൂബിയോളെ, ഫുഡ് കഴിക്കാം നമുക്ക്. ഫുഡ് കഴിക്കാ, ഫുഡ് കഴിക്കാ. അപ്പൊ ഞാൻ റൂബിയും കൂടി ഇതേ ഫുഡ് കഴിക്കാൻ പോണു. അപ്പൊ റൂബി ഇവിടെ വന്ന് കിടന്നട്ടാ. കിടക്കുന്ന പറഞ്ഞപ്പോ തന്നെ അതേ കിടന്ന് വന്ന്. അപ്പൊ ദേ ചിക്കനും ചോറും കൂടിയാണ് ഇപ്പൊ കൊടുക്കണം. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാണ് ചിക്കനിൽ കൊടുക്കണം. എരിവൊന്നും കൊടുക്കാറില്ല. എരിവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റി പിടിക്കൂല. ചെറുപ്പത്തിലെ തൊട്ട് എരിവ് കൊടുക്കാത്ത തന്നെ. ഇത് വാ പൊളിച്ച് വായിൽ വെച്ച് കൊടുക്കണം. ഉണ്ണി എപ്പോഴും ചീത്ത പറയും ഞാൻ ഇങ്ങനെ വാരി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട്. വാ പൊളിച്ചോ. അം ഇത് മോള് ഇവിടെ ഇപ്പൊ ടൈഗറിന്റെ അടുത്ത് പോണേ ഇവളായിട്ട് ഫുഡൊക്കെ ഞാൻ കറക്റ്റായിട്ടൊക്കെ കൊടുത്തിട്ട് പോണ്ട്. പക്ഷെ ഇവളായിട്ട് ഇടവഴിയിൽ സമയം കുറവായതുകൊണ്ട് ഇപ്പൊ ഞാൻ വരുമ്പോ തന്നെ 8:30-9 മണിയാവൂല. പിന്നെ വന്ന് വീട്ടിൽ വന്ന് എന്തെങ്കിലും കറി വയ്ക്കാനുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ തന്നെ പാതിരാത്രിയാവും. അപ്പൊ ഇവളായിട്ട് കുറെ നേരം ഇടവഴിയാൻ വേണ്ടി സമയം കിട്ടണില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. ഇവള് രാവിലെ എണീക്കുമ്പോ എന്നെ കാണൂല. ഞാനപ്പോ അന്നേരം അവന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കടക്കളയിലും ഒക്കെ നോക്കി നടക്കും. ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി ബാത്റൂമിലൊക്കെ പോയി നോക്കും. വാ വിളിച്ചോ. അം കളയരുതട്ടോ, കളയാണ്ട് തിന്നണം. ടൈഗറിന് വാരി കൊടുത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ തൊട്ട് ഫുഡ് വച്ചു കൊടുത്ത് അവൻ കഴിച്ച് അങ്ങനെ അങ്ങോട്ട് പിടിച്ച്. ഇവക്ക് മാത്രമേ ഇങ്ങനെ വാരി കൊടുത്ത് പഠിച്ചിട്ടുള്ളൂ. അസുഖം വന്നവരോട് അന്ന് അങ്ങനെ വാരി കൊടുക്കണത്. ചോറ് തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് ഇവക്ക്. ചോറൊക്കെ കണ്ടാൽ ഓടിപ്പോയി കട്ടലിന്റെ അടിയിൽ കയറിയിരിക്കും. അല്ല റൂബൂട്ടിയെ, റൂബൂട്ടിയെ കാണിച്ച കണ്ണ് കാണിച്ച്. കണ്ണിലും തൊട്ടാ, പെണ്ണിന്റെ കണ്ണില് തൊട്ടാ. ഇനി ഇവര് രണ്ടുപേരും കൂടി കാണുമ്പോ ഒരു സീനുണ്ടാവും എന്തെങ്കിലും. ഭയങ്കര പറയാം. ഇവക്കാണെങ്കിൽ വേറെ അയ്യോ സമയം പോയി. ഇവക്കാണെങ്കിൽ വേറെ പട്ടികളെ കാണുമ്പോ ഭയങ്കര കുറെ ചാടി ചെല്ലുകള്. പക്ഷെ മനുഷ്യരെ കണ്ട കുഴപ്പമില്ല. ഇവക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ അവക്ക് ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ അലറി കിടന്ന് കുരക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പുറത്തു കൊണ്ടുപോകാനൊക്കെ സുഖമുണ്ടോ. എവിടെ കൊണ്ടുപോയാലും നമ്മുടെ അരുവിൽ തന്നെ സീറ്റയിൽ ഇങ്ങനെ ഇരുന്നോളും. അത് നമ്മുടെ മടിയിൽ തല വെച്ചിരുന്നോളും. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതേപോലെ നമ്മൾ നിൽക്കണോടത്ത് നിന്നോളും. മുന്നിട്ട് ഓടിയൊന്നും പോകൂല. ഇല്ല, നല്ല സുഖമുണ്ടോ. ഇവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ എവിടെ വേണേലും കൊണ്ടുപോവാം. വാ വിളിച്ചോ. അമ്മമ്മ തിന്ന്, അമ്മമ്മ തിന്ന്, അമ്മമ്മ തിന്ന്, തുറന്നു വെച്ച് തിന്ന്. മോള് വാ പൊച്ചേ, വാ പൊച്ചേ. വാ ഞാൻ തുറന്നു കൊടുക്കണം, അല്ലാണ്ട് വാ വിളിക്കണില്ല. ഇവക്കിപ്പോ 2 നേരം കേട്ടോ ഫുഡ് കൊടുക്കണത്. രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ആണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. ഉണ്ണി പറയും 1 നേരം ഇനി ഫുഡ് കൊടുത്താൽ മതി, 2 നേരം കൊടുക്കണ്ട, അല്ലെങ്കിൽ തന്നെ നല്ല വണ്ണമാണെന്ന് പറയുമൊക്കെ. എന്നുവെച്ചാൽ ഇവള് ഡോവർമാനാണെങ്കിലും ലാബിനെ പോലെ ഇരിക്കണത് ഉരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കുത്തിക്കയറ്റി കൊടുത്തിട്ടാണെന്നും പറഞ്ഞ് അവൻ എപ്പോഴും വഴക്ക് പറയില്ല.
കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി വലിയ ചീഞ്ചട്ടിയാണ് ഞാൻ വെച്ചേക്കണത്. ചെറിയ ചീഞ്ചട്ടിയിൽ ചെറുപയർ തളിച്ച് വെച്ചേക്കണ കാരണം അതെടുത്തില്ല. അപ്പോൾ അതേ തേങ്ങ ഒരു മുറി തേങ്ങയിൽ ചിരണ്ടി വെച്ചേക്കണത് ഇതങ്ങോട്ട് വറുത്തെടുക്കാം. മുരിയുമ്പോൾ കാണിച്ചത് ഇതിപ്പോൾ വറുക്കണ വെള്ളം ഊറ്റി കളയട്ടെ. ഇപ്പൊ തെരണ്ടിയുടെ പീസാണ് കേട്ടോ. വലിയ പീസായിട്ടാണ് നുറുക്കി കൊണ്ടുവന്നിരിക്കുന്നത് തെരണ്ടിയുടെ. അപ്പൊ ഇതൊരു 3/4 കിലോ തെരണ്ടി ഉണ്ട്. അപ്പോൾ ഇത് 1.5 കിലോ 2 കിലോ അങ്ങോട്ട് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇന്ന് എടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അതേ തേങ്ങ നന്നായിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് നമ്മള് ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാനിത് ഇതിൻ്റെ അടുത്ത് പോരാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്പൂൺ ഇട്ടുള്ളത്. ആ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം. അപ്പൊ തേങ്ങ ഉള്ള കാരണം നമുക്ക് ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ഇടണ്ട. എന്താ വെച്ചാൽ തേങ്ങ വറുത്തരച്ച് വെക്കണല്ലേ, അപ്പൊ തേങ്ങയുടെ തന്നെ നല്ല കുഴപ്പമുണ്ടാവും. അപ്പൊ ഈ മല്ലി തീ കുറച്ച് വെക്കണം കേട്ടോ. കളഞ്ഞ 5 രൂപ കൊണ്ട് കളഞ്ഞ കാണിച്ചോ. അപ്പൊ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പൊ മുളക് പൊടി ഒന്ന് അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഒരു ചെറിയ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് വലിയ സ്പൂണാണ്. അധികം മഞ്ഞപ്പൊടിയുടെ കുത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ എപ്പോഴും കുറച്ച് വെക്കണം. ഇങ്ങനെ വറുത്തിട്ട് തേങ്ങ ഉരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറച്ച് വെച്ച് മല്ലിപ്പൊടി ഇട്ട് അതഞ്ഞ് മുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇടാം. ഇതൊന്നും എടുക്കണ്ട. അതുകൊണ്ട് ഒരു കൂട്ടാൻ ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം എൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. മീൻകറിക്കൊക്കെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അത് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മേളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്നും അങ്ങനെ ചൂടാവട്ടെ. ഒരു 5-6 ചോളം വെളുത്തുള്ളി ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. ഇത് ചെറിയതായിട്ടൊന്ന് വാടട്ടെ വെളുത്തുള്ളി. ഇത് സവാള, ഒരു ചെറിയ സവാളയാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയതാണ് കേട്ടോ. വലിയ സവാളയാണ് പകുതി സവാള എടുത്താൽ മതി. ഒരു ചെറിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പറഞ്ഞത് പച്ചമുളക്, ഇത് 6 പച്ചമുളക് ഉണ്ട്. ഇത് നീളം പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തത്. എന്താണെന്ന് വെച്ചാൽ എരിവ് ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടൻ പച്ചമുളകാണെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചെടുത്താൽ മതി. ഇത് ചേട്ടനെ മേടിച്ചിട്ട് വന്ന കാരണം നീളം പച്ചമുളക്, ഞാനാ മേടിക്കണമെങ്കിൽ ഉണ്ടൻ പച്ചമുളക് നോക്കി മേടിക്കും. ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്ത്, ഇത് വേപ്പില, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വാടട്ടെ. പെട്ടെന്ന് വാടട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയിലിട്ട് ഇതേ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. വറുത്ത തേങ്ങ മല്ലിപ്പൊടിയൊക്കെ കൂടി വറുത്തത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചപ്പോൾ കൂടും. എന്നിട്ട് ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച്
ഇതൊന്നും കൂടി അങ്ങോട്ട് എല്ലാം കൂടി ഒന്ന് വരട്ടി അങ്ങോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വാളംപുളി വേണമെങ്കിൽ വാളംപുളി ഇടാം, കുടപ്പുളി വേണമെങ്കിൽ കുടപ്പുളി ഇടാം. ഞാൻ കുടപ്പുളിയാണ് തിന്നത്. ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ച്, എന്തോരം മീനുണ്ടോ അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ വെള്ളം നമ്മൾ ചാറ് പറ്റിയിട്ടേ ഇടാൻ പാടുള്ളൂ. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പം കുടംപുളി എടുത്ത് ഞാൻ ദേ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അത് കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കയ്പ്പ് ചുവ വരും. പിന്നെ ഇതിങ്ങനെ ഉണക്കിയിരിക്കണ കാരണം ഇങ്ങനെ കരി പോലെയൊക്കെ ഇരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കുടപ്പുളി ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കനിപ്പ് ചുവ പോലെ കറിക്ക് ഉണ്ടാവും. ഇതൊരു 4 ചോള പുളിയാട്ടോ ഞാൻ ഇട്ടേക്കണത്. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മീൻ കഷ്ണമൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് ചിലരൊക്കെ ഗരം മസാല ഇടും കേട്ടോ. ഇറച്ചി മസാല ഇടും. ഞാനിടുള്ള എന്താന്ന് വെച്ചാൽ മീനിൻ്റെ ആ കറിയുടെ ചുവ എങ്ങോട്ട് മാറും മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വറുത്തരച്ച് വയ്ക്കണ മീൻ കറിക്ക് നമ്മൾ ആ മസാല ചിലവർ ഇടും. അപ്പോൾ ഒരു ഇറച്ചി ആ മസാലയുടെ വരുമ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് വരും ആ മസാല കൂടി കൂടുമ്പോൾ. പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ മസാല ഇടുന്നില്ല. മീൻ മാത്രമേ വറുത്തരച്ച കറിയുടെ മീനിൻ്റെ ചുവ കിട്ടാൻ വേണ്ടിയിട്ട് മസാല ഇല്ലാണ്ട് കറി വയ്ക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ കറി ഇവിടെ കിടന്ന് പറ്റട്ടെ. അപ്പം നമുക്ക് റൂബിനെ കുളിപ്പിക്കാം. ഇത് കടിച്ചു പിടിച്ചോണ്ടാണ് ഈ നടത്തണത്. എന്തിനു വായിക്കട്ടെ പിന്നെ അങ്ങാടും ഇങ്ങോട്ടും നടത്തോണ്. കടിച്ചു പിടിച്ചോണ്ട് നടത്തോണ്. എടുത്തോ എടുത്തോ ഒന്ന് മേത്തോട്ട് കയറടാ. ഇങ്ങോട്ടാ 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 വിടൂല. അവിടെ കടിച്ചു പിടിച്ചാൽ വിടൂല. നല്ലതാണ് വലിയ വിട്ടിട്ട് വിട്ടോട്ടി. നമുക്കതാ നമുക്കതാ താങ്ങടേ ഇന്നത്തെ ആര് പിന്നെ പിടിക്കൂല. പിടിച്ചോ പിടിച്ചോ ഇവിടെ എടുത്തോ. ഉണ്ടോ എടുത്ത് എടുത്ത് അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള നേരത്തെ കുറച്ച് ഉപ്പിട്ടതാണ് വാട്ടിയപ്പോൾ ഉപ്പ് പോരായി ഉണ്ട്. അപ്പൊ കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുളിക്കാൻ മടിച്ച വാ കുളിക്കാൻ പോവാ. ബാ നീ ഇങ്ങോട്ട് ബാത്റൂമിൽ അങ്ങോട്ട് കയറൂല കേട്ടാ. അങ്ങോട്ട് കൊണ്ടുവന്ന അറിയാം അവർക്ക് കുളിക്കാനാണ്. കൈമ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. പിന്നെ കെറി 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 കള്ളി കുളിക്കണ്ടേടി കള്ളി നമുക്ക് കെറി. ഒരു ബാത്റൂമിൽ എന്നാ ഇപ്പോഴും കുളിക്കണത്. തലയില അവിടെ നിക്ക് വേണ്ട നീ. തേച്ചോളി വീട ഒരു പ്രേക്ഷയാണ്. നിൽക്കണ അത് അഴിക്കില്ലല്ലോ. എന്താ ഈ തൈലല്ലോ എടുക്കാം. പുറത്തോട്ടൊന്നും പോണിരിക്കില്ല. കണ്ണടിച്ചോ കണ്ണടിച്ചോ കുളിപ്പിക്കണേ ഞങ്ങള്.
എണ്ണ തേച്ച് പിടിപ്പിക്കുക. കുളിച്ച് അതെ എന്നെ വലിച്ചോണ്ട് ഓടും, തെന്നി വെള്ളോടത്തും വീഴാൻ വേണ്ടിയിട്ടാണ്. വാ ഓടിക്കോ, ഇച്ചിരി നേരം പുറത്തോട്ടോ. അയ്യോ തെന്നി തെന്നി വീഴും. ഇവിടാ ചേ പെണ്ണിനെ പിടിച്ച് ഞാൻ നീക്കാൻ മതിലിൻ്റെ അവിടെ നല്ല നോക്കിട്ട് മണ്ണൊന്നും ഇല്ല ഇവിടെ. മണ്ണല്ല ഓടിപ്പോണു എടാ ഓടിച്ചിട്ടിരിക്കട്ടെ. ഓടിപ്പോയി ഇങ്ങോട്ട് ഞാൻ അവിടെ ഓടി വന്നത് സോഫയമ്മ കിടന്നട്ടാ. കണ്ണു കാണിച്ചോ, കണ്ണിലൊക്കെ അടിച്ചു കൊടുക്കട്ടെ. മതി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ അത് മീനാക്ഷി അങ്ങോട്ട് പോയിട്ടാ കൊരക്കണത്. മീനാക്ഷി അപ്പൊ പഠിക്കാൻ വെച്ചേക്ക് പോയിരുന്നു, ഓട്ടൊക്കെ പോയത്. അത് പോയിട്ടാ കെട്ടിയിട്ടുണ്ട്. തെരണ്ടി കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ചാറൊക്കെ പറ്റി, ഇത് കഷ്ണമൊക്കെ നമുക്ക് ചോറ് ഒഴിച്ചോട്ട് വെച്ച് ചാറ് വേണമല്ലോ. അപ്പൊ ഇനി തണുത്ത് കഴിയുമ്പോ ഒന്നും കൂടി നല്ല കുഴമ്പും പാകത്തിനാവും. അത് നമ്മള് ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നല്ല ചോറിന് കൂട്ടാൻ നല്ല വറുത്തരച്ച തേങ്ങക്കറി. മല്ലി മുളകാണ് ഇത്രയും ടേസ്റ്റ് അല്ലായിരുന്നു, പക്ഷെ തേങ്ങ കൂടി വറുത്തരച്ചാണ് നല്ല തെരണ്ടിക്കറി ആയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എഴുതണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഞാൻ കുറച്ച് ചോറ് തിന്നിട്ടേട്ടാ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഓട്ടം തന്നെയാണ് കിടന്നുകൊണ്ട്. രാവിലെ തൊട്ട് കിടന്ന് ഓട്ടോ. 6 മണിക്ക് എനിക്കും ഓട്ടം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓടി ഉണ്ണിക്ക് ചോറായിട്ട് ഇനി കടയിൽ പോകണം. അപ്പോൾ ബൈ.